ഇന്നലെ മുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അപ്പം അദ്ദേഹത്തിന് ഒരു കൈ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അതെങ്ങനെയാണ്? കൈ യഥാർത്ഥത്തിൽ വെട്ടിമാറ്റിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹം ബൈക്കിൻ്റെ വീലിൻ്റെ ഇടക്കോട്ട് സ്വന്തം കൈ വെച്ചുകൊണ്ട് സ്പീഡിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ പോയതാണെന്നൊക്കെയുള്ള കഥകളുണ്ട്. ഇത് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇദ്ദേഹം യഥാർത്ഥത്തിൽ വിരുദാചലം ജില്ലയിലെ സമത്വപുരം സ്വദേശിയാണ്. അറുമുഖൻ എന്നുള്ളതാണ് അച്ഛൻ്റെ പേര്. അച്ഛനൊരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേൾക്കുന്നു. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ സുബ്രഹ്മണ്യമാണ്. സുബ്രഹ്മണ്യം ഇതുപോലെ നിരവധി കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യം ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ, ഈ കണ്ണൂർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ 2 തവണ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ കൈപോയ കേസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ വളരെ തമിഴ്നാട്ടിലൊരു ചെറിയ ഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ഈ ഗോവിന്ദച്ചാമി വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അവരുടെ മാല സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ നാട്ടുകാർ പിടികൂടി. ആ നാട്ടുകാർ പിടികൂടിയപ്പോൾ നാട്ടുകൂട്ടമെല്ലാം കൂടിച്ചേർന്ന് ഇടത് കൈ വെട്ടിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇടത് കൈപ്പത്തി നഷ്ടമായത് എന്നൊരു കഥയാണ് യഥാർത്ഥത്തിൽ സുന്ദരേശൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷേ ഷിബിലി അറിയേണ്ടത് കുറച്ചുകൂടി ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അത് വിരുദനഗർ ജില്ലയിലെ അതുപോലെ തന്നെ തിരുട്ട് ഗ്രാമത്തിൽ പോയി അന്വേഷിച്ചിരുന്നു. ആ പോലീസ് സംഘം അന്വേഷിക്കാൻ ചെന്നപ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഗോവിന്ദച്ചാമിയെക്കുറിച്ച് മറ്റൊരു കഥയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ സ്ട്രോങ് ഡിറ്റർമിനേഷനുള്ള ഭീകരമായ മനസാന്നിധ്യമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഇടവഴിയിലൂടെ വന്നൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഇവർ ബൈക്കിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ ഹൈവേയിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഒരു ഹൈവേയിലൂടെ ഒരു ലോറി ചീറിപ്പാഞ്ഞു വന്നുവെന്നും അപ്പോൾ ബൈക്കിൻ്റെ ബ്രേക്ക് പിടിച്ചിട്ട് അത് നിർത്താൻ കഴിഞ്ഞില്ലെന്നും അങ്ങനെ നിർത്താൻ കഴിയാതിരുന്നപ്പോൾ ബാക്കിലിരുന്നിട്ടുള്ള ഗോവിന്ദച്ചാമി തൻ്റെ ഇടത് കൈ നേരെ ബൈക്കിനിടയിലോട്ട് കൈപ്പത്തി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ബൈക്ക് നിർത്തിയത്. അതുകൊണ്ട് വണ്ടി ഇടിക്കാതെ ഇവർ രക്ഷപ്പെട്ടു. പക്ഷേ ഗോവിന്ദച്ചാമിയുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഒരു ബൈക്ക് റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൈപ്പത്തി ഇല്ലാതായതിന് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഗ്രാമവാസികൾ പറയുന്ന മറ്റൊരു കഥയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം. അസാമാന്യമായ മനസാന്നിധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇനി അത്ര വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം കൈ ഇതിനകത്തേക്ക് ഇടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ ജയിലിൽ നിന്ന് ഇത്രയും മണിക്കൂറുകൾ പുറത്തിറങ്ങിയിട്ട് പോലും രക്ഷപ്പെട്ടില്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ വണ്ടിക്കാശ് ഉണ്ടായില്ല എന്നൊന്നും പറയുന്ന ഒരാളായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് 3മാണ് ഈ പറയുന്ന യഥാർത്ഥത്തിൽ കൈ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. സാർ, ഇതുപോലെ തന്നെ മറ്റൊരു ചർച്ച കേൾക്കുന്ന വിഷയമാണ് ജനൻ ടി വിയിൽ ഇദ്ദേഹത്തെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത. ചാർലി തോമസ് എന്ന ആളെ പിടിച്ചു എന്നാണ് പറഞ്ഞത്, അറസ്റ്റിലെന്നാണ് പറഞ്ഞത്. ഇതും സാർ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഇദ്ദേഹം മതം മാറിയെന്നും അല്ലെങ്കിൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നും ഹിന്ദുക്കളുടെയൊക്കെ പേര് കളയാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്നൊരു പേരിട്ടിരിക്കുന്നതെന്നൊക്കെയുള്ള കുറേ വിദണ്ഡവാദങ്ങളൊക്കെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നത് ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ മതം മാറി ഇദ്ദേഹം ചാർലി തോമസ് എന്ന് പറയുന്നൊരു പേര് സ്വീകരിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചാർലി, കുമാർ, രാജ ഇങ്ങനെയുള്ള പല പേരുകളും പല ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് തമിഴ്നാട്ടിൽ തന്നെ 3-4 കോടതികൾ ഈ ഗോവിന്ദസ്വാമിയെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരത്തിൽ പല പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഒരു പോലീസുകാരോട് ഇയാൾ പേര് പറഞ്ഞത് ചാർലി എന്നുള്ളതാണ്. അപ്പോഴും പക്ഷേ തോമസ് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ചാർലി എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ജനൻ ടി വി ഒക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ഹിന്ദു ആണെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഹിന്ദുക്കൾക്ക് മുഴുവൻ നാണക്കേടാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു ചാർലി തോമസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഷിബിലി പറഞ്ഞ കാര്യം ഇന്നലെ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. എനിക്ക് ചിരി വന്നിരുന്നു. കാരണം ചാർലി തോമസ് പിടിയിൽ എന്നിട്ടിട്ട് മുകളിൽ ഗോവിന്ദച്ചാമി എന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജനൻ ടി വി എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജനൻ ടി വിക്ക് മുഖം നഷ്ടപ്പെടുകയും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മാതൃഭൂമിക്ക് അവരുടെ ഒരു മുഖം തിരിച്ചു കിട്ടുകയും ചെയ്തു. കാരണം ലൈവായിട്ട് ഭാഗ്യത്തിന് അവർക്കിത് കിട്ടി. പിന്നെ ഷിബിലി ചോദ്യത്തിലേക്ക് വന്നാൽ ഇത്തരത്തിൽ ചാർലി തോമസ് എന്ന് പറയുന്ന പേര് ഇദ്ദേഹം പോലീസുകാരോട് തെറ്റായി പറഞ്ഞതാണെന്ന് ഒരു രേഖയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ചാർലി എന്നുള്ളത്. ആ ചാർലി എന്നുള്ള പേര് തെറ്റായി അടയാളപ്പെടുത്തിയതാണ് എന്ന് മാത്രമല്ല
വിധിന്യായത്തിൽ ഏതാണ്ട് 300-ലധികം പേജുകളുള്ള വിധിന്യായത്തിൽ ഇതിനെക്കുറിച്ച് ചില പേജുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ്, അല്ലാതെ ചാർലി എന്നല്ല എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ, അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം വീണ്ടും FIR ഇട്ടിട്ടുണ്ട്. ഈ ജയിൽ ചാട്ടത്തിന് പോലീസ് പുതിയ കേസ് എടുക്കുമല്ലോ. ആ കേസ് എടുക്കുമ്പോൾ FIR ഇട്ടതിലും ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം എന്ത് സംഭവിച്ചാലും അതിൽ നമ്മൾ മതം തിരയുകയും ജാതി തിരയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അവസ്ഥയുടെ ഒരു രൂപാന്തരമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് രസകരമാണ്. ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ഒരു പേര് ജനൻ TV കൊടുത്തു. കാസക്ക് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിൽ ഏത് കൊടുംകുറ്റവാളിയാണെങ്കിലും അവൻ ജാതിയോ മതമോ അല്ലെങ്കിൽ വേറെ ദേശമോ ഒന്നും നോക്കാതെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകയാണ്. കാരണം ഈ ഗോവിന്ദച്ചാമി കൊന്നുകളഞ്ഞ പെൺകുട്ടിയുടെ തന്നെ പരിശോധനയും പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. അതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് അമിത ലൈംഗികാസക്തിയുള്ള ഒരാളായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഒക്കെ തന്നെ സ്ത്രീകളെ തെരഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും കിട്ടിയാൽ അവരെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രീതി. നല്ല ശാരീരിക ശേഷിയുള്ള ഒരു മനുഷ്യരായിരുന്നു. ഇപ്പോഴാണത് 15 കിലോയോളം കുറച്ചിട്ടുണ്ടായിരുന്നു ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി. അപ്പോൾ അതിൽ തന്നെ ഷിബിലേക്ക് അറിയേണ്ടത്, ഒരു കൈ കൊണ്ട് പിടിച്ചും ഉയരത്തിലേക്ക് പൊങ്ങുകയും ബാക്കി കടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അടുത്ത കൈയെടുത്ത് കടിച്ച് കിടന്നിട്ട് പിന്നെ അടുത്ത കൈ വീണ്ടും വേറൊരു കൈ പിടിക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ പിടിക്കുക, പിന്നെ കടിച്ച് കയറുമ്പോൾ ഈ പറയുന്ന തുണിയിൽ കടിച്ചു കിടന്നതിന് ശേഷം ആ കൈ മുകളിലേക്ക് പിടിക്കുക. അങ്ങനെ അത്യന്തം ശ്രമകരമായിട്ടാണ് മൂന്നാമത്തെ മതിലും ഈ ഗോവിന്ദച്ചാമി ചാടി കിടന്നത്. അപ്പോൾ അത്രമാത്രം ഡിറ്റർമിനേഷൻ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അത്രമാത്രം നിശ്ചയദാർഢ്യമുള്ള ഒരാൾ. കൈ ഒന്ന് ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റേ കൂളായിട്ട് ഓടുന്ന ബൈക്കിൻ്റെ പുറകിൽ വീലിന് ഇടയിലേക്കിട്ട് നിർത്താൻ മനസാന്നിധ്യമുള്ള ഒരാൾ. സ്വാഭാവികമായിട്ടും ഈ 1.5 മണിക്ക് ഇറങ്ങുകയും ഏതാണ്ട് ഒരു ഉച്ചവരെ ഉണ്ടായിട്ടും വേറെങ്ങും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നുള്ളതൊക്കെ തന്നെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഇതാണ് ഇതിലെ വാസ്തവം. യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമിയുടെ പേര് ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ്, അല്ലാതെ മറ്റേ ചാർലി തോമസ് ഒന്നുമല്ല. അത് ജനൻ TVക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പല ഒരു എക്സ്ട്രീം മറ്റേ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളൊക്കെ പ്രചരിപ്പിച്ചൊരു കാര്യമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും പണി കിട്ടിയത് ജനൻ TVക്കാണ്.